മിനിമം നിങ്ങൾക്ക് +2 വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ പുതിയൊരു അവസരവും കൂടി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിലേക്ക് വിളിക്കാനായിട്ട് പോവുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ വീണ്ടും ഇതിലും വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇത് കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ്. അതായത് മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ്. ഇതിന് മുമ്പ് മെട്രിക് ലെവൽ റിക്രൂട്ട്മെന്റിന്, അതായത് 10th ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപേക്ഷ ഏകദേശം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യും. ഇപ്പം പുതിയൊരു നോട്ടീസ് കൂടി അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കുള്ള പുതിയൊരു അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഏകദേശം 700 ചില്ലാനും പോസ്റ്റുകൾ ഇതിലുണ്ട്. വേക്കൻസിയാണ് കേട്ടോ, പോസ്റ്റുകളല്ല. 700 ചില്ലാനും വേക്കൻസീസ് ഉണ്ട്. 38ൻ്റെ അടുത്ത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ, അപേക്ഷ തുടങ്ങുന്നതെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 15/6/2026 അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ 5/7/2026, അതായത് ജൂലൈ 5 തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപേക്ഷിക്കേണ്ട ലിങ്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2026ൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക് കാണാൻ സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെക്കാനിക്കൽ ഫോർമാൻ, അതിൻ്റെ പേ സ്കെയിൽ അടക്കം കൊടുത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്നതാണ്. അതുപോലെ ഫോറസ്റ്റർ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്നതാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഡെപ്യൂട്ടി കമ്മീഷണറുടെ കീഴിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ്. വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടെയാണ് വിവിധങ്ങളായിട്ടുള്ള ജോലി അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഇവിടെ ടോട്ടൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. 38ഓളം വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് 716ഓളം ഒഴിവുകളിലേക്കുള്ള അപേക്ഷയാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15/6/2026 മുന്നിലേക്ക് അപേക്ഷ തുടങ്ങുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ വരും. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് 18 to 30 വയസ്സ് വരെയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക്. ഇനി ഗ്രൂപ്പ് സി പോസ്റ്റ് ഉണ്ട്, അതിൽ മെയിൽസിന് 18 to 33 വയസ്സ് വരെയും, ഫീമെയിൽസ് ആകുന്ന സമയത്ത് 18 to 38 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. 38 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. തന്നെ എസ് ടി വിഭാഗത്തിന് 5 വർഷത്തെ ഇളവുണ്ട്. അത് ഈ ഒരു പ്രായത്തിൽ നിന്ന് 5 വർഷം ഇളവ് ലഭിക്കും. 30 വയസ്സെങ്കിൽ വീണ്ടും 5 വർഷം, അതുപോലെ ഓരോ ഏജിൻ്റെ കൂടിയും 5 വർഷം കൂട്ടാൻ സാധിക്കുന്നതാണ്. OBC ആകുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ 3 വർഷം കൂട്ടിയാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഏജ് റിലാക്സേഷൻ കൂടി നൽകുന്നതായിട്ടുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതുമാണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇതിന് 100 രൂപ അപേക്ഷാ ഫീസ് വരുന്നതായിരിക്കും. അത് പെൺകുട്ടികൾ ആരും തന്നെ അടക്കണ്ട. ഏത് കാറ്റഗറിയിലാണെങ്കിലും പെൺകുട്ടികൾ അടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ST വിഭാഗത്തിൽപ്പെടുന്നവർ അടക്കണ്ട. ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള എല്ലാവരും 100 രൂപ അപേക്ഷാ ഫീസ് അടക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ട്, പിന്നെ ജനറൽ അവയർനെസ് തുടങ്ങിയ സബ്ജക്റ്റുകൾ നമ്മൾ SSCൻ്റെ അതേ മെത്തേഡിലുള്ള ഒരു പരീക്ഷയാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നതാണ്. സോ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായി ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി.